ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ആദ്യം വാർത്താമഴ കടക്കുന്നത്. സിനിമാ മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ കേസെടുക്കണമെന്ന ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണമെന്ന് കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വനിതാ കമ്മീഷനെ ഹർജിയിൽ കോടതി കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ കോടതിയിൽ നടന്നത്? ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ, ചോദ്യങ്ങൾ ആ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ സർക്കാരിനോട് കോടതി ചോദിച്ചല്ലോ, എന്തൊക്കെയായിരുന്നു അത്? വിജയകുമാർ, പായിച്ചിറ നവാസാണ് ഈ കേസുമായി പൊതുതാൽപര്യ ഹർജിയുമായി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിനെ സമീപിച്ചത്. ഇന്ന് ആ കേസ് എടുത്തപ്പോൾ കോടതി ചോദിച്ച ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ഈ കേസുമായി എന്താണ് ബന്ധം എന്നുള്ളതാണ്. അദ്ദേഹം അതിലെ ഈ ക്രിമിനൽ നടപടികൾ അടക്കം സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തൊട്ടു പിന്നാലെ നിരവധി ചോദ്യങ്ങൾ സർക്കാരിനോടും കോടതിയുടെ ഭാഗത്തു നിന്നും വന്നു. സർക്കാരിന്റെ നിലപാട് എന്താണ് ഈ കേസിൽ എന്ന് കോടതി ചോദിച്ചു. പുറത്തുവിട്ട റിപ്പോർട്ടിൽ രഹസ്യാത്മകതയില്ല എന്നുള്ള മറുപടി സർക്കാർ നൽകി. എന്തെങ്കിലും രഹസ്യം നിങ്ങൾക്ക് സൂക്ഷിക്കാനുണ്ടോ എന്ന് സർക്കാരിനോട് ചോദിച്ചപ്പോഴാണ് സർക്കാർ ആ മറുപടി നൽകിയത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് കോടതി പിന്നീട് ചോദിക്കുകയുണ്ടായി. പരാതിയുള്ളവർ പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ സമീപിച്ചിട്ടുണ്ടോ, അവർക്ക് അങ്ങനെ സമീപിക്കാമല്ലോ എന്നും കോടതി ഇന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ കമ്മിറ്റി അല്ല, സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മീഷൻ എന്ന് സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചു. റിപ്പോർട്ട് പൊതുജന മധ്യത്തിലുണ്ട് എന്നും സർക്കാർ പറഞ്ഞു. അപ്പോഴും കോടതി ആവർത്തിച്ചുകൊണ്ടിരുന്ന ചോദ്യം പോലീസിന് ഇതിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പോലീസിന് ഇതിൽ സ്വമേധയാ നടപടിയെടുക്കാൻ സാധിക്കുമോ എന്ന് കോടതിക്ക് അറിയേണ്ടതുണ്ടായിരുന്നു. കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചത് ഗുരുതരമായ പ്രശ്നങ്ങളാണെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് പറയുകയുണ്ടായത്. മൊഴി നൽകിയവരുടെ പേര് വിവരങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ടോ എന്ന് കോടതി ചോദിച്ചു. അതൊക്കെ തന്നെ രഹസ്യമാണെന്ന് സർക്കാർ മറുപടിയും നൽകി. അതോടൊപ്പം ഈ മൊഴി നൽകിയവർക്ക് നേരിട്ട് മുൻപിൽ വരാൻ താല്പര്യമുണ്ടോ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് കോടതി ഇന്ന് ചോദിക്കുകയും ചെയ്തു. കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും വരികയുണ്ടായി. സിനിമയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകുക എന്നുള്ളത് മാത്രമായിരുന്നു ആ കമ്മിറ്റിയുടെ ചുമതല. അത് കഴിഞ്ഞു എന്നും സർക്കാർ പറഞ്ഞു. പിന്നാലെ കോടതിയുടെ നിരവധി ചോദ്യങ്ങളെത്തി. ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ സർക്കാരിന് നേരിട്ട് കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. പോക്സോ വകുപ്പിലാണെങ്കിൽ അത് ചെയ്യാം എന്ന് സർക്കാർ മറുപടി നൽകി. ഇത്തരത്തിൽ ഒരു പഠന റിപ്പോർട്ട് കിട്ടിയാൽ അത് ഏത് വിധത്തിൽ തുടർ നടപടി എടുക്കാൻ കഴിയും എന്ന് സർക്കാരിനോട് വീണ്ടും കോടതി ചോദിച്ചു. അങ്ങനെ സർക്കാരിന് ഈ വിഷയത്തിൽ കൃത്യമായ മറുപടികൾ നൽകുന്നതിന് പരിമിതികൾ പോലും ഇടയ്ക്ക് ഉണ്ടായി. ഈ റിപ്പോർട്ട് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, ആ ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല. ശ്രീകാന്ത്, ഇതിൽ ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് ഹാജരാക്കാനാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം, ഈ പുറത്തു വന്നത് വിവരങ്ങൾ മാത്രമല്ല, അത് രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ട പല സംഗതികളുമുണ്ട് എന്ന് കോടതി തന്നെ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ കോടതിയുടെ മുൻപാകെ വരാൻ പോകുന്നത് ഈ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി കൊടുത്തവരുടെ മൊഴിയും അവർ പറഞ്ഞ കാര്യങ്ങളും അടങ്ങുന്ന സമ്പൂർണ്ണ റിപ്പോർട്ട്, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പഠിച്ച മുഴുവൻ വിവരങ്ങളും അടങ്ങുന്ന സമ്പൂർണ്ണ റിപ്പോർട്ടായിരിക്കുമല്ലോ ഈ മുദ്രവെച്ച കവറിൽ കോടതിക്ക് മുൻപാകെ എത്താൻ പോകുന്നത്, അല്ലേ? ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അതായത് ഹേമ കമ്മിറ്റി എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ അവരുടെ തുടക്കം മുതൽ ആ റിപ്പോർട്ട് സമർപ്പിച്ചതും വരെയുള്ള എല്ലാ തരത്തിലുള്ള തെളിവുകൾ, മൊഴികൾ, അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തത്, എഴുതി നൽകിയത്, അങ്ങനെ തുടങ്ങി മുഴുവൻ രേഖകൾ, തെളിവുകൾ, സാക്ഷിമൊഴികൾ എല്ലാം തന്നെ കോടതിയുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു. പോക്സോ ആരോപണമടക്കം അതിലുണ്ടായി എന്നുള്ളതാണ് നേരത്തെ പുറത്തു വന്ന വിവരം. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം വിജയകുമാർ, ഈ പായിച്ചിറ നവാസ് തിരികൊളുത്തിയിരിക്കുന്നത് സിനിമാ മേഖലയിൽ കിടന്ന് പൊട്ടാൻ പോകുന്ന വലിയ ബോംബുകൾക്കാണ് എന്നുള്ളതിൽ സംശയം വേണ്ട. കാരണം നേരത്തെ കാസ്റ്റിംഗ് കൗച്ച് ആരോപണം ഉയർന്നിരുന്നു, പോക്സോ ആരോപണം വരെ ഉയർന്നിരുന്നു, സ്ത്രീ വിരുദ്ധത, ബലാത്സംഗ ശ്രമം ഉണ്ട് എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിലൊക്കെ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് ചോദിക്കുമ്പോൾ സർക്കാർ ഒരു അഴകുഴമ്പൻ നയമാണ് സ്വീകരിച്ചത്. പക്ഷേ കോടതിയുടെ മുന്നിലേക്ക് തെളിവുകൾ സഹിതം എത്താൻ പോകുന്നു, മൊഴികൾ എത്താൻ പോകുന്നു. അത് സീൽഡ് കവറിലാണ് എത്താൻ പോകുന്നത്. അതിന്മേൽ കോടതി തീരുമാനമെടുക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പായിച്ചിറ നവാസിന്റെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇനി സർക്കാർ എന്തായാലും കോടതിയുടെ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അതിപ്പോൾ നിയമത്തിന്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുന്നു, നീതിന്യായ പീഠത്തിന്റെ പരിധിയിലേക്ക് വന്നിരിക്കുന്നു.
ശ്രീകാന്ത്, ഇന്നിപ്പോൾ എ ജിയുടെയോ ഡി ജി പിയുടെയോ ഓഫീസിൽ നിന്നുള്ള അഭിഭാഷകരായിരിക്കുമല്ലോ സർക്കാരിന് വേണ്ടി ഹാജരായത്. ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് കോടതിയുടെ ചോദ്യത്തിന്, അല്ലെങ്കിൽ ഇത്തരം ഒരു റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾക്ക് സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു മറുപടി കോടതിയിൽ നൽകാൻ ഈ അഭിഭാഷകർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എ ജി, ഡി ജി പി അങ്ങനെ ആരെങ്കിലും ഇന്ന് ഹാജരായിരുന്നോ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ? വിജയകുമാർ, സോളിഡ് ആയ ഒരു മറുപടി നൽകാൻ ഗവൺമെന്റ് ലീഡർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പോലീസിന് ഇതിൽ സ്വമേധയാ കേസെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പോക്സോ വകുപ്പുകൾ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ കേസെടുക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടി ഈ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. എന്നിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക, അത് മാത്രമാണ് ഈ കമ്മിറ്റിയെ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല, സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റി മാത്രമാണെന്നാണ് ഇന്ന് സർക്കാർ അഭിഭാഷകൻ കൊടുത്ത മറുപടിയായി വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ശ്രീകാന്ത്, അതായത് നടപടിയെടുക്കാൻ സർക്കാരിന് വലിയ ബാധ്യതയില്ല. ഇപ്പോൾ കമ്മീഷൻസ് ആൻഡ് എൻക്വയറീസ് ആക്ട് അനുസരിച്ചൊക്കെ ആണെങ്കിൽ, ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ആണെങ്കിൽ പോലും അതിന്മേൽ നടപടിയെടുക്കാൻ സർക്കാരിന് അങ്ങനെ നിയമപരമായ ബാധ്യതയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോലും അല്ലാത്ത ഒരു കമ്മിറ്റി ആയതുകൊണ്ട് ഇത് നടപടിയെടുക്കാൻ വേണ്ടിയല്ല, പഠിക്കാൻ വേണ്ടി സമർപ്പിച്ചു എന്ന നിലയിൽ പുറത്ത് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അഭിഭാഷകനും കോടതിയിൽ പറഞ്ഞതെന്ന് ചുരുക്കം, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് സർക്കാരിന്റെ നയപരമായ ഒരു തീരുമാനം ഈ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വരാതെ അഭിഭാഷകർക്ക് കോടതിയിൽ ഒരു നിലപാടെടുക്കാൻ സാധിക്കില്ല. അവരോട് ഇൻസ്ട്രക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിനവർക്ക് മതിയായ സമയം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മുദ്രവെച്ച കവറിൽ ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തേ മതിയാകൂ. ഇത്രയും ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചതുപോലെ കോടതിക്ക് മുന്നിൽ അത് സാധിക്കില്ല. ഇനി എന്തായാലും അഭിഭാഷകൻ ഇൻസ്ട്രക്ഷൻ എടുക്കണം. അപ്പോൾ സർക്കാർ ഈ റിപ്പോർട്ടിൽ സർക്കാരിന്റെ നയപരമായ തീരുമാനം എന്ത് എന്നുള്ളതിൽ ഒരു തീരുമാനമെടുക്കണം, അത് കോടതിയെ അറിയിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഇനി വെട്ടിക്കളഞ്ഞത്, പലതരത്തിൽ ചവിട്ടിപ്പുഴുത്തിയത്, അങ്ങനെ പലതരത്തിലുള്ള റിപ്പോർട്ടിലെ ഭാഗങ്ങൾ കാണും. അതെല്ലാം തന്നെ സർക്കാർ പൊടി തട്ടിയെടുത്ത്, ഈ 4.5 വർഷത്തെ ഇരിപ്പാണ്, പൊടി തട്ടിയെടുത്ത് കോടതിയുടെ മുൻപിൽ കൊണ്ടുവരേണ്ടി വരും. കോടതി അത് പഠിക്കും. ഈ പായിച്ചറ നവാസ് ആവശ്യപ്പെട്ടതുപോലെ ഇതിൽ ക്രിമിനൽ കേസ് എടുക്കണമെങ്കിൽ DGPക്ക് കോടതി തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്യും. ശ്രീകാന്ത്, തുടരുക. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ പൂർണ്ണ രൂപം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് മുദ്രവെച്ച കവറിൽ, സീൽഡ് കവറിൽ കൈമാറാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്മേൽ കോടതി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വ്യക്തമല്ല. ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഈ പോക്സോ വകുപ്പിൽ മാത്രമേ അത് കഴിയൂ എന്നാണ് സർക്കാർ ഇന്ന് മറുപടി കോടതിയിൽ അറിയിച്ചത്. ഈ മൊഴി രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ ചിലരുടെ പരാമർശങ്ങൾ കേട്ട് കമ്മിറ്റി തന്നെ ഞെട്ടി എന്ന് ആ പരാമർശമുണ്ടായിരുന്നു പുറത്തു വന്ന ഭാഗങ്ങളിൽ. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്യേണ്ട തരത്തിൽ ഗൗരവമുള്ള ആരോപണങ്ങൾ, പരാതികൾ മൊഴിയായി വന്നു എന്ന് കമ്മിറ്റി പറഞ്ഞിരുന്നു. അത്രയും ഗൗരവമുള്ള വിവരങ്ങൾ വന്നിട്ടും എന്തുകൊണ്ട് നിയമ നടപടിയിലേക്ക് പോയില്ല എന്ന് സർക്കാരിനോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിന് നിയമപരമായ ബാധ്യതയില്ല എന്നതായിരുന്നു സർക്കാരിൻ്റെ ഒരു മറുപടി. മുഖ്യമന്ത്രിയുടെയൊക്കെ വിശദീകരണം അതായിരുന്നു. പരാതിയുമായി ആരും സർക്കാരിനെ സമീപിച്ചിട്ടില്ല എന്നത്. ഇവിടെ ഇപ്പോഴിതാ കോടതി ആ മൊഴി പകർപ്പടക്കം വിശദമായി പരിശോധിക്കാൻ പോകുന്നു. ശ്രീകാന്ത്, ഇതിൽ നിയമപരമായി ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് സാധ്യതയുണ്ട് എന്നാണല്ലോ ഈ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് വിളിച്ചു വരുത്തുക എന്ന നടപടിയിലൂടെ കോടതി വ്യക്തമാക്കുന്നതല്ലേ? വിജയകുമാർ, അക്കാര്യത്തിൽ ഇനി ഒരു സംശയത്തിന് അടിസ്ഥാനമില്ല. സർക്കാരിന്റെ വാദങ്ങളൊക്കെ തന്നെ അവരുടെ നയപരമായ തീരുമാനം, അതോടൊപ്പം തന്നെ ആ പൊളിറ്റിക്കൽ ഡിസിഷനൊക്കെ ആയിരിക്കാം. പക്ഷേ കോടതിക്ക് അതൊന്നും തന്നെ അറിയണ്ട. ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടനി, വിജയകുമാർ പറഞ്ഞ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടനിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിധേയമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. WCC ഒരു ഘട്ടത്തിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് സർക്കാർ തന്നെ സർക്കാരിന്റെ കയ്യിൽ റിപ്പോർട്ടെത്തി. 4.5 വർഷത്തിൽ കൂടുതൽ അതിന്മേൽ കാത്തിരുന്നു. അവസാനം അതിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരായി ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടനിക്ക് വിധേയമാകാൻ പോകുന്നു. ഈ പായിച്ചറ നവാസ് ഹർജിയുമായി വരുമ്പോൾ പോലും പല ആളുകളും പറഞ്ഞിരുന്നത്, ഈ കേസുമായി ഒരു ബന്ധവുമില്ലാത്തയാൾ, ഇതിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയല്ലാത്തയാൾ ഇതിൽ ഹർജി നൽകുമ്പോൾ, പൊതുതാൽപര്യ ഹർജി നൽകുമ്പോൾ കോടതി അത് എന്റർടൈൻ ചെയ്യുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. അത് നമുക്കും ഉണ്ടായിരുന്ന സംശയമാണ്. പക്ഷേ അത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഒരു കമ്മിറ്റിയെ വെച്ചു. അവർ ചില ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തി എന്ന് പറയുമ്പോൾ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനി സർക്കാർ അഴകുഴമ്പൻ നിലപാടിലേക്ക് പോകാൻ കഴിയില്ല. കൃത്യമായ മറുപടി കോടതിയിൽ നൽകേണ്ടി വരും.
യെസ്, കോടതി റിപ്പോർട്ട് വിളിച്ചു വരുത്തുന്നു, മുദ്രവെച്ച കവറിൽ അത് ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നു. അതിന്മേൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പറ്റുമെന്ന് സർക്കാരിനോട് ചോദിക്കുന്നു. സ്വമേധയാ കേസെടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ റിപ്പോർട്ട്, ഇത്രയും ഗുരുതര സ്വഭാവത്തിലുള്ള റിപ്പോർട്ട് കിട്ടിയിട്ട് സർക്കാർ എന്തെടുക്കാനാണ് പോകുന്നത്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഗൗരവമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് അക്കാര്യത്തിൽ ഇന്ന് കോടതിയിലുണ്ടായത്. വിശദമായി വാദം കേൾക്കാനായി കോടതി ഒരുങ്ങുന്നു. ശ്രീകാന്താണ് കോടതിയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായൊരു പരാമർശം ഇന്ന് സർക്കാരിൽ നിന്നുണ്ടായത് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് തള്ളി മന്ത്രി KN ബാലഗോപാൽ. റിപ്പോർട്ടിന്മേൽ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ട് എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സർക്കാരിന് കൃത്യമായ നിലപാടുണ്ടെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആരെങ്കിലും പരാതി നൽകിയാൽ കേസെടുക്കാമെന്നായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തായാലും ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലാണല്ലോ, നമ്മളെക്കാളും നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു ജഡ്ജിയും അതുപോലുള്ള ഒരു കമ്മിറ്റിയാണ് അതെടുത്തത്. അപ്പോൾ അത് സംബന്ധിച്ച് അതിനകത്ത് നിയമപരമായ കാര്യങ്ങൾ അവർ നോക്കിയിട്ടുണ്ടാവും. എന്തായാലും ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഞാൻ ഒരു കാര്യം വളരെ ക്ലിയറായി പറയുന്നത്, നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ ഒരു നേരിട്ട് പരാതി ഉണ്ടെങ്കിലും അല്ലാതെയൊക്കെ എടുക്കാനുള്ള നിയമമുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലല്ലോ, അതിനൊന്നും വ്യത്യസ്തമല്ലല്ലോ. ഇതൊരു അഡീഷണൽ ഇൻഫർമേഷനാണ്. അല്ലെങ്കിൽ ഈ മേഖലയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ വന്ന പരാതികൾ, പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം പഠിച്ചു വന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിയത് ഗുരുതര കുറ്റകൃത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. നിയമ നടപടി എടുക്കാത്ത സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ്. വേട്ടക്കാർക്കൊപ്പം ഇരകളെ ഇരുത്തി കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്നും VD സതീശൻ പറഞ്ഞു. റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നത് ആരോപണ വിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഈ ഇരകളായവരെ അപമാനിക്കുകയാണ്. സർക്കാർ യഥാർത്ഥത്തിൽ വേട്ടക്കാരോടൊപ്പമാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 4.5 കൊല്ലമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. PA ഗിരീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്ന്. ഗിരീഷ്, ഇപ്പോൾ മുഖ്യമന്ത്രി ഇതിൽ പരാതിയുണ്ടെങ്കിലേ നിയമ നടപടിക്ക് സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞ പ്രസ്താവന ധനമന്ത്രി തിരുത്തുകയാണ്. നിലവിലുള്ള നിയമപ്രകാരം സ്വമേധയാ കേസെടുക്കാൻ നിയമ നടപടികൾക്കൊക്കെ പറ്റുമെന്ന് ധനമന്ത്രി തന്നെ പറയുന്നു. ഏതാണ്ട് പ്രതിപക്ഷവും ഏതാണ്ട് അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. സർക്കാരിൽ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നാണോ ഈ ധനമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? വിജയകുമാർ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ തന്നെ സർക്കാരിൽ ഈ റിപ്പോർട്ടിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പവും അഭിപ്രായ ഭിന്നതയും ഒക്കെ നിലനിന്നിരുന്നു. മുഖ്യമന്ത്രി നേരത്തെ സ്വീകരിച്ച നിലപാട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെങ്കിൽ മൊഴി നൽകിയവരിൽ ആരെങ്കിലും പരാതി നൽകണമെന്നായിരുന്നു. പരാതി നൽകിയോ ഇല്ലെങ്കിൽ കോടതി നിർദ്ദേശിക്കുകയോ വേണമെന്നായിരുന്നു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഭിന്നമായ മറ്റൊരു അഭിപ്രായമാണ് ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ട് എന്ന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറയുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രതിപക്ഷം ആവർത്തിച്ചിരുന്ന കാര്യങ്ങൾ മന്ത്രി അതിന് പിന്തുണയ്ക്കുകയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്വമേധയാ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണം, FIR രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതായിരുന്നു. ഏകദേശം അതിന് സമാനമായ നിലപാട് തന്നെ ഇപ്പോൾ ധനമന്ത്രി പറയുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാൻ നിലവിലുള്ള നിയമം അനുസരിച്ച്, ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് വകുപ്പുണ്ട് എന്ന് തന്നെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനുള്ള അഭിപ്രായ ഭിന്നത ആഴത്തിൽ വ്യക്തമാക്കുന്നതാണ് ധനമന്ത്രിയുടെ ഈ വാക്കുകൾ. വിജയകുമാർ, യെസ്, റിപ്പോർട്ടിന്മേൽ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ട് എന്നാണ് ധനമന്ത്രി ഈ വിഷയത്തിൽ നടത്തിയ ശ്രദ്ധേയമായ പ്രതികരണം. ആരെങ്കിലും പരാതി നൽകിയാൽ കേസെടുക്കാമെന്ന് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെയല്ല, സ്വമേധയാ കേസെടുക്കാൻ രാജ്യത്തെ നിയമം പ്രകാരം കഴിയുമെന്നാണ് ധനമന്ത്രി നൽകിയിരിക്കുന്ന വിശദീകരണം. VA ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരി വിശാഖപട്ടണത്ത് സുരക്ഷിത. നിലവിൽ റെയിൽവേ പോലീസിന്റെ സംരക്ഷണയിലാണ് കുട്ടി. കുട്ടിയെ മറ്റന്നാൾ കേരളത്തിൽ തിരികെ എത്തിക്കും. കേരളത്തിൽ നിന്ന് വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശാഖപട്ടണത്തേക്ക് തിരിച്ചു. മാതാപിതാക്കളിൽ നിന്ന് കുട്ടിക്ക് മർദ്ദനമുണ്ടായിട്ടുണ്ടോ എന്നതിൽ അന്വേഷണം നടത്തുമെന്ന് തിരുവനന്തപുരം DCP വിജയ് ഭരത് റെഡ്ഡി വ്യക്തമാക്കി. കുട്ടി സുരക്ഷിതയാണെന്നും പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തിയെന്നും ADGP MR അജിത് കുമാർ 24നോട് പറഞ്ഞു. ഇവിടെ നിന്ന് 4 ഉച്ചക്ക് അവിടെ എത്തും. വിജയവാഡ ട്രെയിനിൽ വിജയവാഡയിൽ നിന്ന് വിശാഖപട്ടണം 4 ഉച്ചക്ക് അവിടെ എത്തും. അവിടെ ഓൾറെഡി ഞങ്ങൾ CWCനോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ CWC ചെയർപേഴ്സൺ രാധ മേഡമാണ്. മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്, കേസെല്ലാം ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ഉടനെ പെട്ടെന്ന് എല്ലാ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉടനെ പെട്ടെന്ന് അവിടെ നിന്ന് നാളെ തന്നെ തിരിച്ച് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട്. പോലീസിൻ്റെ എഫേർട്ട്, സർക്കാരിൻ്റെ ഫോളോ അപ്പ്,
മുഖ്യമന്ത്രി എല്ലാ ദിവസവും വിളിച്ച് ചോദിക്കുന്നതിന് എന്തായെന്നുള്ളത്. കൂടാതെ മാധ്യമങ്ങളുടെ അവരൊരു സിൻസിയറായിട്ട് ഇൻവോൾവ്മെൻറ്റ്, പബ്ലിക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അതാണ് ഈ കുട്ടിയെ നമുക്ക് എത്രയും നേരത്തെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. കുട്ടിയെ കിട്ടിയാൽ ഞങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ്. ആ കുട്ടി ഇപ്പോൾ 24 വാർത്ത കണ്ടാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞതെന്ന് ട്രെയിനിൽ നിന്ന് കുട്ടിയുടെ ചിത്രം പകർത്തിയ ബബിത പറഞ്ഞു. 24 പ്രതിനിധി അലക്സ് മുഹമ്മദ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ട്രെയിനിൽ പരിശോധന നടത്തിയതെന്ന് വിശാഖപട്ടണം മലയാളി സമാജം പ്രവർത്തകൻ കെ ഹരിദാസും അറിയിച്ചു. അലക്സ് തന്ന ക്ലൂവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്. ആ സെർച്ച് ചെയ്തപ്പോൾ അത് ഭാഗ്യവശാൽ അത് മൂന്നാമത്തെ കമ്പാർട്ട്മെന്റിൽ അത് എൻ്റെ കയ്യിൽ തന്നെ കുട്ടിയെ കിട്ടി എന്നുള്ളതിൽ വളരെ സന്തോഷം. ഈ കുട്ടി കിടക്കുന്നത് നമ്മുടെ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ ലഗേജ് വെക്കുന്ന പിന്നെ ഗ്രില്ല് ഇട്ടിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, അതിലാണ് ഈ കുട്ടി കിടക്കുന്നുണ്ടായിരുന്നത്. കുട്ടി കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഡ്രസ് കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഇത് തന്നെയാണ് എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കുന്നത്. ആ കോപ്പിയിൽ ജെൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഈ കുട്ടി അപ്പുറത്തിരിക്കുന്ന സ്ത്രീയുടെ മകളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ ആ സ്ത്രീയും എൻ്റെ കുട്ടി തന്നെ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ വളരെ ഒന്ന് സീരിയസ് ആയിട്ട് അവരുടെ അടുത്ത് ഇത് ടിക്കറ്റ് എടുക്കുക, എവിടേക്കാ പോകണം എന്നൊക്കെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ അവരൊന്ന് പരുങ്ങുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. ഒരു ഗ്ലൂമി ഫേസ് ആയിരുന്നു കുട്ടിയുടെ. പിന്നെ ഒറ്റയ്ക്കാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. കാരണം ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിൽ നിന്ന് വേറെ കുറച്ച് ഭാഷ സംസാരിക്കുന്നവരുണ്ട്. ഞങ്ങൾ കരുതിയത് കുട്ടി കരഞ്ഞിരിക്കുന്നത് അവരിൽ നിന്നും പിണങ്ങി മാറിയിരിക്കുന്നെന്നാണ്. അതായത് സ്വപ്നത്തിൽ പോലെ വിചാരിച്ചില്ല കൊച്ചങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്നോ. അപ്പോൾ കണ്ടത് 24-ന്റെ ലൈവായിരുന്നു. അപ്പോൾ ഞാൻ ലൈവിൽ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരുന്നു എന്താണ് കണ്ടു കിട്ടുന്നവർ ബന്ധപ്പെട്ട. അങ്ങനെ ഒരുപാട് തവണ വിളിച്ചപ്പോഴാണ് പിന്നെ തിരിച്ച് പോലീസ് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുന്നതും പറഞ്ഞു കൊടുത്തത്. വിശാഖപട്ടണത്ത് നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ, അപ്പോൾ തിരുവനന്തപുരം DCP അറിയിക്കുന്നത് ഈ ഫോർമാലിറ്റീസ് ഒക്കെ വേഗത്തിൽ പൂർത്തിയാക്കി കുട്ടിയെ കൊണ്ടുവരിക എന്നുള്ളത്. നാളെ എന്നാണ് നേരത്തെ കേട്ടത്. ഇപ്പോൾ ADGPയും പറയുന്നു മറ്റന്നാളാകുമെന്ന്. അപ്പോൾ ഇന്ന് എന്താണ് അവിടുത്തെ ആക്ടിവിറ്റീസ്? ഈ പറയുന്ന നടപടിക്രമങ്ങളൊക്കെ ഈ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം എത്തുമ്പോഴേക്കും പൂർത്തിയാക്കും എന്ന് കരുതാം അല്ലേ? തീർച്ചയായും ഇപ്പോൾ പെൺകുട്ടി ഉള്ളത് ഇപ്പോൾ വിശാഖപട്ടണത്തുള്ള ഈ ഗേൾസ് ഹോമിലാണ്. ഇവിടെ സുരക്ഷിതമായി കുട്ടിയിരിക്കുന്നത്. ഞാൻ അല്പസമയം മുമ്പ് അകത്ത് പോയിരുന്നു, കുട്ടിയെ നേരിട്ട് കണ്ടു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ ചില ആളുകളും അംഗങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അവരോടും കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞു. കുട്ടി ഇപ്പോൾ ഏതാണ്ട് സാധാരണ ജീവിതത്തിലേക്ക്, അതിൻ്റെ ഒരു താളത്തിലേക്കൊക്കെ മടങ്ങി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു അങ്കലാപ്പൊന്നും തന്നെ ഇപ്പോൾ കുട്ടിയുടെ ഭാഗത്ത് നിന്നില്ല. ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോഴും പതിഞ്ഞ ശബ്ദത്തിലാണ് കുട്ടി സംസാരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ കുട്ടി പറയുന്നത് എന്താണെന്നുള്ളത് വ്യക്തമാകുകയുള്ളൂ. നാട്ടിലേക്ക് പോകാൻ സന്തോഷം എന്ന് തന്നെയാണ് കുട്ടി പറഞ്ഞത്. അതിനായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നാളെ ആളുകൾ വരും കൂട്ടിക്കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി സന്തോഷത്തോടെ തലയാട്ടുന്നതാണ് കണ്ടത്. ഏതായാലും നാളെ ഇനിയിപ്പോൾ പോലീസ് എത്തുന്നതുവരെ കാര്യമായ നടപടിക്രമങ്ങൾ ഇവിടെയില്ല. ഇന്നലെ RPF ആണ് കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറുന്നത്. പിന്നീട് ഇവിടെ എത്തിച്ച് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് കുട്ടിയെ ആക്കുകയും ചെയ്തു. അവിടെ ഇപ്പോൾ കുട്ടി സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. നാളെ ഇനിയിപ്പോൾ പോലീസ് എത്തിക്കഴിഞ്ഞാൽ, കേരള പോലീസ് എത്തിക്കഴിഞ്ഞാൽ അതിവേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. ഞാനിപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളുമായി ഇവിടെ ഞാൻ ചോദിച്ചു എന്താണ് ഇതിന് ബാക്കിയുള്ള നടപടിക്രമങ്ങൾ. മറ്റു നടപടിക്രമങ്ങളില്ല. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ വിവരങ്ങൾ ഇവരെ അറിയിക്കണം. കുട്ടിയുടെ ഈ ബന്ധം തെളിയിക്കുന്ന ചില രേഖകൾ കൂടി ഹാജരാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ തെളിവുകൾ ഹാജരാക്കിയതിനു ശേഷം കുട്ടിയെ സ്വാഭാവികമായും വളരെ പെട്ടെന്ന് തന്നെ കൈമാറാൻ കഴിയും. അങ്ങനെയെങ്കിൽ നാളെ ഏതാണ്ട് രാവിലെ 6 മണിയോടെ പോലീസ് വിജയവാഡയിലെത്തി അവിടെ നിന്ന് റോഡ് മാർഗം വരുന്നു എന്ന് പറയുമ്പോൾ ഉച്ചയാകും അവർ ഇവിടേക്ക് എത്താൻ വേണ്ടി. പിന്നീട് അതിവേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വൈകിട്ടോടെ മടങ്ങിയാൽ മറ്റന്നാൾ വൈകിട്ടോടെ ആയിരിക്കും ഒരുപക്ഷെ റെയിൽ മാർഗം പോവുകയാണെങ്കിൽ കേരളത്തിലേക്ക് എത്തുക. അല്ലെങ്കിൽ അതിന് അടുത്ത ദിവസം പുലർച്ചയോടെ എത്താനുള്ള സാധ്യതയുണ്ട്. അത് ഈ യാത്രാ പദ്ധതി എങ്ങനെയായിരിക്കും എന്നത് ആശ്രയിച്ചു ഇരിക്കും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ കാര്യമായ നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തീർക്കാനില്ല. സാധാരണ അറസ്റ്റും മറ്റും ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് ട്രാൻസിറ്റ് വാറന്റ് അടക്കമുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇവരെ കണ്ടെത്തുന്ന സംസ്ഥാനത്ത് നടത്തേണ്ടതുള്ളത്. അത്തരം നടപടിക്രമങ്ങൾ ഈ കേസിൽ ഏതായാലും ഇല്ല എന്നതാണ് നമുക്ക് നിയമപരമായി ഇവിടെ ചോദിച്ചറിയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം കുട്ടി ഇപ്പോൾ സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിൽ തന്നെയുണ്ട്. നാളെ പോലീസിന് കൈമാറുകയും ചെയ്യും. പിന്നീട് കേരളത്തിലേക്കുള്ള മടക്കം. ശ്രീനാഥ് ചന്ദ്രൻ വിശാഖപട്ടണത്ത് നിന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ശ്രീനാഥ് ആ കുട്ടിയുമായി അല്പസമയം മുമ്പ് സംസാരിച്ചു.
ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷത്തോടെ ഇരിക്കുന്നു, നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തിരിക്കുകയാണ് എന്നുകൂടി ശ്രീനാഥ് സംസാരിച്ച ഘട്ടത്തിൽ ആ കുട്ടിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാർത്താമഴ തുടരുന്നു. പാലക്കാട് ജനവാസ മേഖലയിൽ കരടി ഇറങ്ങി. അട്ടപ്പാടി ഇടവാണിയിലാണ് കരടിയെ നാട്ടുകാർ കണ്ടത്. കഴിഞ്ഞ 1 മാസമായി കരടി ഈ മേഖലയിൽ സ്ഥിര സാന്നിധ്യമെന്ന് നാട്ടുകാർ പറയുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. പാലക്കാട് അട്ടപ്പാടി ഇടവാണിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ജനവാസ മേഖലയിലാണ് കരടി ഇറങ്ങിയത്. കഴിഞ്ഞ 1 മാസമായി ഈ മേഖലയിൽ ഈ കരടിയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.